എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് ഏത്തപ്പഴവും മുട്ടയൊക്കെ കൊണ്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം ഒന്നും പഴുക്കാത്ത പഴമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ 4 കോഴിമുട്ട കൂടെ ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ബീറ്റ് ചെയ്തുകൂടെ വെക്കാം. അങ്ങനെ പഴം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. പഴം വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് കട്ട് ചെയ്ത പഴം ചേർക്കാം. പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ട് കിട്ടണം, അതുവരെയും വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവില് സേമിയ ആണ്. ഇത് വറുത്തിട്ടുള്ള സേമിയ ആണ്. എങ്കിൽ തന്നെ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. സേമിയ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാലാൻ വെച്ച് കൊടുക്കാം. കഴുകിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ പഴം ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. പഴം ഇതുപോലെയാണ് മൊരിയിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഒരു സേമിയ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം സേമിയ വേവിച്ചെടുക്കാനായിട്ടും. അങ്ങനെ സേമിയ ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാലിൽ കിടന്ന സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. സേമിയയിലെ പാലൊക്കെ വറ്റി നല്ല കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേമിയയുടെ ചൂട് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സേമിയയുടെ ചൂടുന്ന് ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കോഴിമുട്ട ബൗളിലേക്ക് മാറ്റാം. ഈ മുട്ടയിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഒരു നുള്ള് വാനില എസൻസ് ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന മുട്ട വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതിയാകും കേട്ടോ. മുട്ട നന്നായിട്ട് ഒന്ന് പതപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം ചേർക്കാം. ഏത്തപ്പഴം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. അതുവരെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കൈവശം ഇനി പൊടിച്ച പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. അങ്ങനെ മുട്ടയും പഴമൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർക്കാം. സേമിയ ഇതുപോലെ ഒന്ന് വിടർത്തി വേണം എടുക്കാനായിട്ട്. കട്ട പിടിച്ചിരിക്കുവാണെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമൊഴിച്ച് ഒന്ന് വിടർത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറേശ്ശെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് തന്നെ ഇതിലേക്ക് ചേർക്കുവാണെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രത്തിന്റെ താഴെയായിട്ട് ഞാനൊരു പഴയ തട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് തന്നെ അടുപ്പിന്റെ മുകളിലേക്ക് പാത്രം വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. പാത്രം ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ചേർക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നോൺ സ്റ്റിക് പാൻ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ആവി വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി തുറന്നിട്ട് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ഗാർണിഷിനായിട്ട് ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉണക്കമുന്തിരിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ 2 കളറിലുള്ള മുന്തിരിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും മൂടി അടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം ദാ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പലഹാരം ഇവിടെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പലഹാരം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അടർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഇനി പലഹാരം നമ്മുടെ കയ്യിലേക്ക് തന്നെ ഒന്ന് മറിച്ചുകൂടി എടുക്കാം. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയും ഏത്തപ്പഴവും ഒക്കെ വെച്ചിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.